ശ്രീലങ്കയിലെ കാൻഡിയിലെ ബുദ്ധൻ്റെ ഏറ്റവും വലിയ വേറുള്ളൊരു പ്രതിമയാണ് കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് കാൻഡിയിൽ ഒരു വലിയൊരു ബുദ്ധവിഹാറുണ്ട്. നമ്മൾ ഭൂട്ടാനിലൊക്കെ കണ്ടില്ലേ, അതേപോലെ തന്നെ ഒരു ബുദ്ധൻ്റെ ഒരു അമ്പലം, അതും ഒരു മലൻ്റെ മുകളിലാണ്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഞാനിപ്പോൾ ശ്രീലങ്കയിലെ കാൻഡിയിലുള്ളത്. ഒരു പെണ്ണുങ്ങൾ സാരി എടുത്ത് പോകുന്നുണ്ടല്ലേ. ഇവിടുത്തെ സാരി എടുക്കലൊരു പ്രത്യേക മോഡലിലാണ്. സരി എന്നാണ് ഇവർ പറയാറുള്ളത്. ഒരു ഗോവൻ സ്റ്റൈലാണ് ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഒരു വസ്ത്രവിധാനം. അതായത് ഗോവയിലുള്ള സ്ത്രീകളുടെ ഒരു മോഡലാണ് ശ്രീലങ്ക. അതായത് പണ്ട് പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നല്ലോ, ഗോവ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആ ഒരു സ്റ്റൈലാണ് എനിക്ക് തോന്നുന്നത്. ഇത് പെട്രോൾ പമ്പാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു അമ്പലമുണ്ട് മലൻ്റെ മുകളിൽ. ബുദ്ധൻ്റെ അമ്പലം കംപ്ലീറ്റ് മലൻ്റെ മുകളിലുള്ളത്. ഞാൻ ഭൂട്ടാനിൽ പോയിട്ട് എൻ്റെ കാലിൻ്റെ അടപ്പ് വരികയാണ് അതിൻ്റെ മുകളിൽ കയറിയിട്ട്. പക്ഷേ ഇത് ഓട്ടോ മലൻ്റെ മുകളിലേക്ക് പോകുന്നുള്ളൊരു സൗകര്യമുണ്ട്. അല്ലപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് പോകില്ല. ഇപ്പോൾ ഓട്ടോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ കോമ്പൗണ്ട്. ഇതിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം കാൻഡി പട്ടണം മൊത്തം ഇട്ട് കാണാം. ഈ ചുവന്ന സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ ഇട്ട് പോകണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പൈസയും കാര്യങ്ങളുണ്ട് കേട്ടോ. 300 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ളത്. അപ്പോൾ അതങ്ങനെ കയറി അങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് മുകളിലെത്തിയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങോട്ട് കാണാം. ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റി മൊത്തം കാണാം. ഈ യൂറോപ്യന്മാർ കുറേ എണ്ണുണ്ട്. ഇതാണ് ഇതിൻ്റെ ബുദ്ധൻ്റെ ആ ഒരു പ്രതിമ. ഇവള് ഓസ്ട്രിയക്കാരത്തിയാണ്. അവളിത് കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് അതിൻ്റെ ബുദ്ധൻ്റെ അമ്പലം. അപ്പം നമ്മൾ ആ ടോപ്പിൽ എത്തിക്കുന്നത് ഇത് അമ്പലം. അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വലിയൊരു പ്രതിമ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള കോണിയുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ മുകളിലേക്ക് കയറുന്നില്ല. ഞാൻ ഈ താഴത്തും പരിസരത്തൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് മടങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാൻഡി പട്ടണം, കാൻഡി സിറ്റി തന്നെയാണ് ഇതുള്ളത്. കാൻഡി പട്ടണം മൊത്തം നമുക്കിങ്ങനെ കാണാം. നല്ല പ്രകൃതി, ഒരു കാൻഡി ലേക്ക് ഉണ്ട്, അത് ഇങ്ങനെ ദൂരെ കണ്ടല്ലോ. ഇതാണ് കാൻഡി തടാകം. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയുണ്ട്. ഭൂട്ടാനിൽ നിന്ന് കാണുന്ന അതേ ഒരു ഫീലിംഗാണ് എനിക്കുള്ളത് ഇത് ഇവിടുന്ന് നോക്കുന്ന സമയത്ത്. നല്ല ഭംഗിയുണ്ട്. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്കൊന്ന് പോവാം. എന്തൊക്കെയാണ് ഇതിനുള്ളിലുള്ള സംഭവം എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു മരമോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ റിസപ്ഷൻ കൗണ്ടർ ഉണ്ട്. ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാൻ അവിടെ ഒരു സ്ഥലമോ കാര്യങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ. ഇതിലേക്കാണ്ട് കയറിയിട്ട് ഈ ഒരു കോണിയാണ്. ഈ ഒരു കോണി കയറി അങ്ങനെ പോയാൽ നമ്മുടെ ബുദ്ധൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കോണിയുണ്ട്. പക്ഷേ ഞാൻ കയറുന്നില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് ഏറ്റവും ടോപ്പിലെത്തും. ഏറ്റവും ടോപ്പിൽ നിന്ന് സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ ബുദ്ധൻ്റെ കണ്ണിൻ്റെ ഓപ്പൺ ആയിരിക്കും. കണ്ണിൻ്റെ ഉള്ളിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സൈറ്റ് കാണും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിത്രപ്പണികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ നേരത്തെ ചെരുപ്പ് വെക്കലിൻ്റെ അവിടെ ഒരു ചങ്ങായിനെ കണ്ടില്ലേ, അതുമാത്രമല്ല അവിടെ സംഭാവനയും കൊടുക്കണം. അവിടെ സംഭാവന പിരിവുണ്ട്. 300 രൂപ ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതിന് പുറമെ തന്നെ സംഭാവനയും കൂടി വരെ മേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംഭാവനയൊന്നും കൊടുത്തിട്ടില്ല. പറഞ്ഞ് ഈ അമ്പലത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ പേരാണ് ശ്രീ മഹാബോധി വിഹാരയ. ഇത് പിന്നെ കാൻഡിയിലെ ഒരു ദേരാവാദ ബുദ്ധക്ഷേത്രമാണ്. കാൻഡി
നഗരത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിൽ വിട്ടിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഭൈരവ കണ്ട എന്നാണ്. ഭൈരവ കണ്ടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഭീമാകാരമായ ബുദ്ധപ്രതിമക്ക് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ബുദ്ധപ്രതിമ ഈ ക്യാൻറ്റീനിലെ മിക്കവാറും എല്ലായിടത്തുനിന്നും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണുള്ളത്, അത്രയും ഉയരത്തിലുള്ളത്. ഇതിൻ്റെ ഉയരം 26.83 മീറ്ററാണ്. പിന്നെ ഇത് ശ്രീലങ്കയിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധപ്രതിമകളിൽ ഒന്നും കൂടിയാണിത്. 1972 ഇതിവിടെ പ്രതിഷ്ഠ നടത്തിയ വർഷം. 1980 ബുദ്ധൻ്റെ പ്രതിമ പണി തുടങ്ങിയത്. 1992 ഇത് അവസാനിക്കുകയും ചെയ്തു. സാധാരണ ബുദ്ധക്ഷേത്രത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കാറില്ല. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ആരും കാണാനൊന്നുമില്ല ഇവിടെ. Like half an hour before the thing with the military happened. Really? Wow, what's it like? Yeah. I loved it. ഇവിടുന്ന് മടങ്ങാണ്. ഇന്ത്യക്കാരും കാണാനല്ല, കംപ്ലീറ്റ് യൂറോപ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അവർ മാറൊക്കെ മറച്ചിട്ടാണ് വരുന്നത്. കാരണം അവിടുന്ന് താഴത്തുനിന്ന് തുണി കിട്ടും. അങ്ങനെ ഒരു ആഭാസ ഡ്രസ്സിൽ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കൂല. അപ്പോൾ ഞാനിവിടെ താഴത്ത് എത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ഓട്ടോക്കാരൻ താഴത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.